എടാ വിഷ്ണു, ഞാൻ നിന്നെ കണ്ടു പെട്ടെന്ന് പേടിച്ചു പോയടാ. ഒരു വാക്ക് പോലും ഇണ്ടാതെ പിന്നെ വന്ന് തോണ്ടുന്നു നീ. ഞാൻ നോർമലായിട്ടാണ് വന്നത് ബോസ്. ബോസാണ് എന്തോ കാര്യമായിട്ട് ആലോചിച്ചിങ്ങനെ ഇരുന്നത്. അതൊക്കെ പോട്ടെ, നിന്നെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി പോയി. ഞാൻ നിന്നെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാൻ നിൽക്കുകയായിരുന്നു. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്തു തരണം. ബോസ് പറഞ്ഞ എന്തെങ്കിലും ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് കാശ് തന്നത് ബോസല്ലേ? ബോസ് പറയുമ്പോ ചെയ്യാതിരിക്കും തോന്നുന്നുണ്ടോ? പറഞ്ഞോ, എന്താ ഞാൻ ചെയ്യണ്ടേ? ഇതാണ് എനിക്ക് വേണ്ടത്. ബോസ് ഇതിനു മുമ്പ് ഒരു തവണ പറഞ്ഞപ്പോ ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പൊ പറയാൻ പോകുന്നത് അതുപോലെ എന്തെങ്കിലും കേസൊക്കെയാണോ? ഞാൻ കരുതി നീ ആ കാര്യങ്ങളെല്ലാം മറന്നുപോയി കാണുമെന്ന്. പഴയതൊക്കെ ഓർമ്മയിൽ വെച്ച് നടന്നാലേ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നെ കൊന്നാലും ഞാനിതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല. ബോസിന്റെ കാര്യം ബോസിനോട് തന്നെ പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ ഡേഞ്ചർ ഉള്ള കാര്യ. അതുകൊണ്ടല്ലേ എന്താ കാര്യം ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നേ. ബോസ് വെറുതെ വലിയ ഡേഞ്ചറാണ്, വൻ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് എന്തിനാ ബിൽഡപ്പ് കൊടുക്കുന്നേ? ഈ ഹോസ്പിറ്റലിൽ വെച്ച് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് നേരിട്ട് തന്നെ പറഞ്ഞോ, ഞാൻ ചെയ്തു തരാം. വേറെ ഏതെങ്കിലും ആശുപത്രിയിലായിരുന്നെങ്കിൽ നിന്നെ തിരക്കി വരേണ്ട കാര്യമുണ്ടോ? കാര്യം നടക്കേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ്. പക്ഷെ ഈ കാര്യം വളരെ രഹസ്യമായിട്ട് പറയേണ്ടതാ. ഞാൻ പറഞ്ഞില്ലേ ഡേഞ്ചർ ആണെന്ന്. ഇവിടെ വെച്ച് വേണ്ട, വാ പറയാം. അയ്യോ ബോസേ, വെറുതെ എന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കല്ലേ. എന്താ ചെയ്യേണ്ടതെന്ന് പറ. എടാ, കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ഈ പ്രാവശ്യം എനിക്ക് വേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതിനെന്തിനാ വെറുതെ ഇങ്ങനെ ബിൽഡപ്പ് ഒക്കെ തന്നത്? ആരുടെ റിപ്പോർട്ട് എങ്ങനെ വേണമെന്ന് പറഞ്ഞാ മതി. ആ റിപ്പോർട്ട് ഞാൻ റെഡിയാക്കി തരാം. ആക്സിഡന്റ് ആയിട്ട് ഇപ്പോ ICU കിടക്കുന്ന വിക്രാന്ത് ഇല്ലേ, അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അയാളുടെ റിപ്പോർട്ടോ? അതിനയാൾ മരിച്ചിട്ടില്ലല്ലോ ബോസ്. മരിക്കാത്തവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനിപ്പോ ചോദിച്ചത് മരിച്ചതിന് ശേഷമുള്ള റിപ്പോർട്ടാണ്. സത്യമാണോ? പക്ഷേ അത് ബോസിന്റെ മരുമോനല്ലേ? അതായത് കൊല്ലാൻ പോവാണോ? ഞാൻ കൊല്ലാനൊന്നും പോകുന്നില്ല. ആളെ വെച്ച് ചെയ്യിക്കും. ആ ജോലി ചെയ്യേണ്ടത് നീ തന്നെയാണ്. അപ്പൊ ഞാൻ സംശയിച്ചത് ശരി തന്നെയാ. വിക്കിച്ചേട്ടന്റെ ജീവന് അപകടമുണ്ട്. അയ്യോ ബോസ്, ഞാനിതുവരെ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല ബോസ്. എടാ, ഇതുവരെ അതുപോലൊന്നും ചെയ്യാത്ത കൊണ്ടാ നീ ഇവിടെ തന്നെ ഇങ്ങനെ നിന്നുപോയേ. വലിയ നിലയിലൊക്കെ എത്തണമെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നീ ജോലി ചെയ്യാൻ പോകുന്നത് എനിക്ക് വേണ്ടിയല്ലടാ. വിക്കിയെ മുകളിലേക്ക് അയക്കേണ്ടത് നിന്റെ ജോലിയാണ്. എന്താ ചെയ്യില്ലേ? ഞാൻ എങ്ങനെ ചെയ്യാനാ ബോസ്? അതത്രയ്ക്ക് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ ഈ ഹോസ്പിറ്റൽ പഴയ പോലെ അല്ല. ഇവിടെ ഒരുപാട് മാറിപ്പോയി. എല്ലായിടത്തും നോക്കാൻ ആൾക്കാരുണ്ട്. ഒരുപാട് നല്ലവരുണ്ടായിട്ടൊന്നും വലിയ കാര്യമില്ല. നിന്നെ പോലെ ഓരോരുത്തരുണ്ടായാൽ മതിയല്ലോ. കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തു തരാം. ആ ചടങ്ങ് നീ ഒന്ന് ചെയ്ത് നീറ്റായിട്ട് അവസാനിപ്പിച്ച് തന്നാൽ മാത്രം മതി. എങ്ങനെയാ ചെയ്യേണ്ടത് ബോസ്? ഇതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണം. ഒരസുഖം മനസ്സിലാക്കി നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ആ അസുഖം മാറിയിരിക്കും. ഇനി മരുന്ന് മാറിക്കൊടുത്താലോ?
രോഗിയുടെ കാര്യം അപ്പൊ തന്നെ തീരുമാനമാകൂലേ? ബോസ് പറയുന്നത് ശരിയാണ് ബോസ്. കൊടുക്കുന്ന മരുന്ന് പവർഫുൾ ആണെങ്കിൽ കാര്യം നടന്നോളും. പവർഫുൾ മരുന്നൊക്കെ കൊടുക്കാനാണല്ലോ നീ ഇവിടെ ഉള്ളത്. ക്രിട്ടിക്കലായി കിടന്നിരുന്ന രോഗി മെഡിസിൻ റിയാക്ഷൻ കാരണം മരിച്ചു എന്ന് വേണം വരാൻ. ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല. മാത്രമല്ല ഇതുപോലെ തന്നെ വേണം റിപ്പോർട്ടും കിട്ടാൻ. ഇത്ര നിസ്സാരമായ കാര്യം നിനക്ക് ചെയ്യാനുള്ളൂ. ഈ കാര്യത്തിലൊക്കെ നീ നല്ല മിടുക്കനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബോസിന്റെ പേഷ്യന്റ് വിക്രാന്ത് ഇന്ന് തന്നെ ICUവിൽ വെച്ച് മെഡിസിൻ റിയാക്ഷൻ കാരണം എന്തായാലും മരിച്ചു. ആർക്കൊരു ഡൗട്ടും ഉണ്ടാവില്ല. പക്ഷേ റേറ്റ് പഴയതുപോലെ ആയിരിക്കില്ല, ഒരല്പം കോസ്റ്റ്ലി ആയിരിക്കും. ചെയ്യുന്ന ജോലി വലുതാകുമ്പോ കാശിന്റെ കാര്യത്തിലും ആ വലിപ്പം കാണും വിഷ്ണു. കാശിനെ കുറിച്ച് നീ ടെൻഷൻ അടിക്കേ വേണ്ട. നിനക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു എമൗണ്ട് ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നീറ്റായിട്ട് തീർത്തു തന്നിരിക്കണം. ഈ വിഷ്ണു ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാ ആ കാര്യം നടന്നിരിക്കും ബോസ്. ബോസ് പോയി ഫണ്ട് റെഡിയാക്കി. ഈ കാര്യമൊക്കെ ഇപ്പൊ വേദാന്തിനെ അറിയിക്കണോ അതോ? ബോസ് ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എന്റെ കയ്യില് ഒരു പവർഫുൾ ആയിട്ടുള്ള മെഡിസിൻ ഉണ്ട്. അത് ഇഞ്ചക്ട് ചെയ്താലുടൻ അവന്റെ ജീവൻ അവന്റെ ശരീരത്തിൽ നിന്ന് പറന്നു പൊക്കോളൂ. ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവർക്ക് ഒന്നും മനസ്സിലാവുകയില്ല. ഇപ്പൊ വേദാന്തിനോട് ഇത് പറയാൻ നിന്ന ഇവന്മാർ ഇവിടുന്ന് പോവും. അകത്ത് ആരോടാ സംസാരിക്കുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതാരാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അല്ല, എല്ലാരും കൂടെ എവിടേക്കാ പോയിരുന്നേ? ഒന്ന് ഫോൺ ചെയ്തെങ്കിലും പറയായിരുന്നില്ലേ? നിങ്ങൾ വിളിച്ചില്ല എന്നുള്ളതോ പോട്ടെ, ഞാൻ വിളിച്ചാൽ നിങ്ങൾക്കൊന്നും എടുത്തൂടെ? എല്ലാം അപ്പൊ ഇൻഫോം ചെയ്യാൻ ഇതെന്താ സ്കൂൾ വല്ലതുമാണോ? സുഹാസിനി, 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 ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എല്ലാരും കൂടി എവിടെ പോയേക്കായിരുന്നു? ഞാൻ വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാഞ്ഞേ? അച്ഛാ, അത് പിന്നെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. വിക്കി ചേട്ടന് ഒരു ആക്സിഡന്റ് പറ്റി. വാട്ട്? ആക്സിഡന്റോ? എന്നിട്ടിപ്പോ വിക്കിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഫ്രാക്ചർ ഉണ്ടെന്നാ പറഞ്ഞേ. പ്രത്യേകിച്ച് പേടിക്കാനായിട്ട് ഒന്നുമില്ല അച്ഛാ. എന്താ സുഹാസിനി ഇത്? വിക്കിക്ക് ആക്സിഡന്റ് ആയിട്ട് എന്നെ എന്താ അറിയിക്കാത്തത്? ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നോ? എന്താ പറയാഞ്ഞേ? വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങള്? ഇതുപോലെ ടെൻഷൻ അടിച്ച് അങ്ങോട്ട് ഓടി വരികയല്ലേ ചെയ്യുള്ളൂ.
അതുമല്ല ഈ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. നിനക്കെന്താ ബോധമില്ലേ സുഹാസിനി? അവന്റെ അച്ഛനാ ഞാൻ. എന്റെ മകൻ ആക്സിഡന്റ് ആയെന്ന് ഇപ്പോഴാണോ വന്ന് പറയുന്നേ? ഞാൻ ഇപ്പൊ തന്നെ പോയി എന്റെ വിക്കിയെ കണ്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ പോയ വിക്കിയെ കാണാനൊന്നും പറ്റില്ല. അവനിപ്പോ ഐസിയുല. ഐസിയുലാണോ? സിദ്ധാർത്ഥ്, വിക്കിക്ക് എന്താ പറ്റിയെന്ന് നീയെങ്കിലും ഒന്ന് പറ. അല്ലച്ച, ടെൻഷൻ അടിക്കാനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കണ്ട. മാത്രമല്ല അവനിതുവരെ ബോധം വീണിട്ടില്ല. ബോധം വരുന്നത് വരെ ഐസിയുയിൽ കിടത്തിരിക്കുന്നതേ ഉള്ളൂ. സത്യമാണോ ഈ പറയുന്നേ? നിങ്ങൾ സത്യമാണോ ഈ പറയുന്നേ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ ശ്രീധർ? വെറുതെ ടെൻഷൻ ആവാൻ നിൽക്കണ്ട. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോയാലും അവനെ കാണാനൊന്നും പറ്റില്ല. നിങ്ങൾ വെറുതെ പേടിക്കൊന്നും വേണ്ട. ആദ്യ നീ പോയി റെസ്റ്റ് എടുക്ക്. സിദ്ധാർത്ഥ്, നീ അവളെ കൂട്ടിക്കൊണ്ടുപോ. ആ, നടക്ക്. നിങ്ങളും പോയി കിടന്നുറങ്ങാൻ നോക്ക്. വിക്കിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലിന് പൊട്ടലുണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ വേഗം ശരിയായിക്കോളും. ബോസ്, ഞാൻ നേരത്തെ പറഞ്ഞ വിഷമരുന്ന് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല. അത് ഞാൻ മറ്റൊരു കടയിൽ നിന്ന് സീക്രട്ട് ആയിട്ട് മേടിക്കേണ്ടി വരും. അതിനി എത്ര സമയം എടുക്കും? സമയമൊന്നും അധികം എടുക്കില്ല ബോസ്. കാശ് കുറച്ച് കൂടുതലാണ്. എത്രയാ വേണ്ടെന്ന് പറ. നീ ആവശ്യപ്പെടുന്ന നിന്റെ കയ്യിലെത്തിയിരിക്കും. സാധനം പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ബോസ്, അതിനധികം സമയമൊന്നും വേണ്ടി വരില്ല. ഒരു അരമണിക്കൂറിൽ എത്തിക്കാന്നേ. അയ്യോ, എന്താ പറ്റി? എന്താ നീ വിളിച്ചേ? എന്താ പ്രമി പേടിച്ചത്? എന്തു പറ്റി? അതെ, എനിക്കെന്തോ നല്ല പേടി തോന്നുന്നു. എന്തോ വേണ്ടാത്ത സംഭവിക്കാൻ പോകുന്ന പോലെ. നീ ഇരുന്നാണോ ഉറങ്ങിയത്? വിക്കിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ. അതെല്ലാം വെറും തോന്നല് മാത്രമല്ലേ? വിക്കിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? നീയും പറഞ്ഞില്ലേ ദൈവം നമ്മളെ കൈവിടില്ലെന്ന്? വെറുതെ ടെൻഷനാണ്. ഇത് വിക്കിയുടെ കാര്യമല്ല, നമ്മുടെ അമ്പുവിന്റെ കാര്യം. നിങ്ങൾ പറയുന്ന പോലെ പേടിക്കുന്ന സ്വപ്നം തന്നെയാ കണ്ടത്. പക്ഷെ അത് നമ്മുടെ അമ്മൂന് എന്തോ പറ്റിയ പോലെ, അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ അമ്മൂനോ?
അമ്മൂന് എന്ത് സംഭവിക്കാനാ? അവളവിടെ ഹോസ്പിറ്റലിലേ ഉള്ളത്. അവളുടെ കൂടെ വേദാന്തും ആരതിയും എല്ലാവരും ഇല്ലേ? പിന്നെ എന്തിനാ അവളുടെ കാര്യത്തിൽ പേടിക്കുന്നത്? അവൾക്കൊന്നും സംഭവിക്കില്ല. നീ സമാധാനായിട്ടിരിക്കുക. ഇല്ല, എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. ശരി, എങ്കിൽ നീ അവളെന്ന് ഫോൺ ചെയ്ത് സംസാരിക്കുക. സമാധാനാകട്ടെ. ഇതെന്താ ഈ ഫ്ലോറിൽ മാത്രം കറണ്ട് ഇല്ലാത്ത? നീ നടക്കടി. കയ്യിൽ കടിക്കുന്നു. അമൂല്യ, അമൂല്യ, എടാ. എന്തു പറ്റി? അവള് ഫോൺ എടുത്തില്ലേ? അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. എനിക്കെന്തോ പേടി കൂടി വരുന്നുണ്ട്. അമൂല്യ, 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 അയ്യോ ഓക്കെ. അമൂല്യ, എന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. അമൂലിക്ക് എന്ത് പറ്റി? അമൂല്യ എന്തിനാ കിടക്കുന്ന? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല. അവളെ ആരൊക്കെ ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ബ്ലഡി റാസ്കൽസ്. അവന്മാർ എസ്കേപ്പ് ആയി. എന്റെ കയ്യിൽ അങ്ങനെ കിട്ടിയ. അമൂല്യ, നീ ഓക്കെ അല്ലേ? ആദ്യം നീ പോയി കുറച്ച് വെള്ളം എടുക്ക. അമൂല്യ, ഞാൻ നിന്റെ ഒപ്പം ഉണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല. ഇത് കുടിക്കേ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ചേട്ടൻ, ചേട്ടൻ. അമൂല്യ, കാം ഡൗൺ. വിക്രാന്തിന് പെട്ടെന്ന് സുഖാവോ? അവന്മാരാരൊക്കെയാ? നിന്നെന്തിനാ വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചേ? എന്റെ കാര്യം വിട്ടേക്ക് വേദൻ. വിക്കി ചേട്ടനെ സേഫ് ആക്കണം. ചേട്ടന് ആപത്താണ് വേദൻ. വിക്രാന്ത് സേഫാണ് അമൂല്യ. നീ അതാലോചിച്ച് ടെൻഷൻ ആവില്ലേ? ആ വന്നവരുടെ ടാർഗറ്റ് വിക്കി ചേട്ടനാണ് വേദൻ. ആദ്യം പോയി ചേട്ടനെ സേഫ് ആക്കണം. ടാർഗറ്റ് വിക്കിയാണെന്ന് എന്താ പറയുന്നത് അമൂല്യ? ആരാ അവരൊക്കെ? ടാർഗറ്റ് വിക്കിയാണെങ്കിൽ നിന്നെ എന്തിനാ അവർ അറ്റാക്ക് ചെയ്തത്? വേദൻ, പ്ലീസ് ചേട്ടന്റെ അടുത്തേക്ക് ആരെയും വിടരുത്. ധ്രുവ, നീ പെട്ടെന്ന് വിക്രാന്തിന്റെ അടുത്ത് ചെല്ല്. പെട്ടെന്ന് പോടാ. ശരിയേട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട് അമൂല്യ? ആർ യു ഓക്കെ? എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല വേദൻ. തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്.